സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ കൂടി രംഗത്ത്. തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ച ഉത്തരവ് സുപ്രീംകോടതി നിയമത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി അശോക് IAS രംഗത്ത് വന്നു. ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. സർക്കാരിന്റെ ഭരണപരവും നയപരവുമായ തീരുമാനങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്ന് ഒരു വിഭാഗം ആരോപിക്കുകയാണ്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷന്റെ തലപ്പത്തേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത് കഴിഞ്ഞ മന്ത്രിസഭായോഗമായിരുന്നു. എന്നാൽ ഉത്തരവ് വന്നതിന് ശേഷമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് നിയമനം നടത്തുമ്പോൾ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല എന്നുമാണ് ബി അശോക് ചൂണ്ടിക്കാട്ടുന്നത്. IAS കേഡറിന് പുറത്തേക്ക് നിയമനം നടത്തുമ്പോൾ ഉദ്യോഗസ്ഥനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന സുപ്രീംകോടതി ഉത്തരവ് ബി അശോക് ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ പുതിയ നിയമനം സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും അത് റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ഉത്തരവ് വന്നപ്പോൾ തന്നെ പുതിയ നിയമനത്തിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച ബി അശോക് പുതിയ പദവി ഏറ്റെടുക്കില്ല എന്ന സൂചന അടുത്ത വൃത്തങ്ങൾ നൽകിയിരുന്നു. തദ്ദേശ വകുപ്പിൽ 4 മാസം മാത്രം പരിചയമുള്ള തന്നെക്കാളും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള മറ്റുദ്യോഗസ്ഥർ സർവീസിലുണ്ടെന്നും ബി അശോക് ചൂണ്ടിക്കാട്ടുകയാണ്. ഭരണ സർവീസിൽ സുപ്രധാന പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ കേഡറിന് പുറത്തേക്ക് മാറ്റാനാകില്ലെന്ന ചട്ടവും ലംഘിക്കപ്പെട്ടതായി ബി അശോക് കത്തിൽ പറയുന്നു. നിയമനം റദ്ദാക്കിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന സൂചനയും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുകയാണ്. സസ്പെൻഷൻ നടപടിയിലെ ചാർജ് മെമ്മോയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച N പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറിക്ക് കത്തയക്കുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തത് ഏറെ വിവാദമായതിന് പിന്നാലെയാണ് മറ്റൊരു ഉദ്യോഗസ്ഥനും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിലെ നിയമലംഘനം ചൂണ്ടിക്കാട്ടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.